എനിക്ക് നിന്നെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റൂല. എത്ര സമൂഹം പൊറ്റിച്ചാലും ഞാൻ നിന്റെ ഉമ്മയാണ്. നമുക്കൊരിക്കലും സമൂഹത്തിൽ കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പല സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ്. ഇതെന്താ ഇടുക്കി ഗോൾഡ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പള്ളിയാളി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ എഴുന്നേറ്റ പാട് നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഒരു സന്ദേശം, ഒരു വാട്സപ്പ് സന്ദേശം. മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകനായതുകൊണ്ട് രക്ഷിതാക്കൾ എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെ എന്തോ ആണെന്ന് കരുതി ഒരു രക്ഷിതാവിൻ്റെ സന്ദേശം വായിച്ചു നോക്കി. കൂടെ ഒരു വീഡിയോ ചേർത്ത് വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ മനസ്സിനെ വല്ലാതെ പ്രയാസപ്പെടുത്തിയ, എന്താ പറയുക, ഒരു ആശങ്കയൊക്കെ ഉണ്ടാക്കിയ ഒരു വീഡിയോ ആയിരുന്നു അത്. ഇന്ന് പതിവ് പോലെ ഹദ്ദാദ റാത്തീബൊക്കെ ചൊല്ലി മക്കളോട് അതിനെക്കുറിച്ച് ഉത്ബോധനം കൊടുത്തു. മദ്രസയിലെ വിദ്യാർത്ഥികൾക്ക് വളരെ ഗൗരവപ്പെട്ടൊരു വിഷയം. മറ്റൊന്നുമല്ല, ഒരു ഉമ്മ, ഒരുപക്ഷെ നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഒരു പെൺകുട്ടി നടത്തുന്ന യൂട്യൂബ് വ്ളോഗ്. ആ വ്ളോഗിൽ ഒരു ഉമ്മ കരഞ്ഞുകൊണ്ട് വളരെ പ്രയാസപ്പെട്ട് മനസ്സ് നൊന്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട മകൻ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കണമെന്നൊക്കെ ചെറുപ്പത്തിൽ മോഹിച്ച് ഹാഫിദാകാനൊക്കെ പോയി. ആ കൊറോണ പീരീഡിൻ്റെ ആ സമയത്തൊക്കെ തിരിച്ചു വന്നു. പിന്നീട് സ്കൂളുകളിലും മദ്രസകളിലൊക്കെ സാധാരണ പോലെ പോയി. പക്ഷെ അതിനിടയിൽ എപ്പോഴോ വലിയ തോതിലുള്ള മയക്കുമരുന്നിൻ്റെ അടിമയായി മാറിയ ഒരു ഉമ്മയുടെ വേദനയാണ് ആ വീഡിയോയിൽ ഞാൻ കണ്ടത്. ഞാൻ തുടക്കത്തിൽ കാണിച്ചത് അതിൻ്റെ ചെറിയൊരു ഭാഗമാണ്. ഒന്നുകൂടി വിശദമായി നമുക്കൊന്ന് കണ്ടു നോക്കാം. വീട്ടില് എനിക്ക് ആശ്രയമായിട്ടുള്ളത് കുട്ടി മാത്രമാണ്. മോനിപ്പോ 21 വയസ്സായി. പണിക്ക് പോവാന്ന് പറഞ്ഞിട്ട് പോവലുണ്ട്. പക്ഷെ രാത്രി വൈകിയൊക്കെ എത്താറുള്ളു. പക്ഷെ നമുക്ക് കൂടെ പോവാനൊന്നും മുഴുവൻ ഭാഗങ്ങളും വിടുന്നില്ല. ചെറിയ ചെറിയ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കുന്നത്. ഇതിൻ്റെ മുഴുവൻ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ആ ചാനലിൻ്റെ ലിങ്ക് കൂടി ഞാനിതിൻ്റെ വീഡിയോയുടെ താഴെ ഒരു ഡിസ്ക്രിപ്ഷനായി ചേർത്ത് വെക്കാം. അമ്മയുടെ അഭിമുഖം മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്ന് കേട്ടു നോക്കൂ അമ്മ പറയുന്ന കാര്യങ്ങൾ. എന്താ പറഞ്ഞെന്ന് കഴിഞ്ഞാല്, ഞാനൊരു ദിവസം വണ്ടി ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഈ പൊതി കണ്ട്. പൊതി മാത്രമല്ല, ഇതിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഞാനിത് നിയമപാലകരെ എത്തിച്ചിട്ടുണ്ട്. പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ. കാരണം നമുക്കത് സൂക്ഷിക്കുക പ്രായോഗികമല്ല, നിയമത്തിന് വിധേയമല്ലല്ലോ. അപ്പൊ ഞാനത് ആ ഓൺ ദി സ്പോട്ടിൽ തന്നെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. നിയമത്തിന്റെ മുന്നിൽ അറിയിച്ചു. പല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് ആശ്രയാവേണ്ട ഒരു കാലത്ത് ഞാൻ ഇന്ന് ഒറ്റപ്പെട്ടു. മയക്കുമരുന്നിന്റെ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളുടെ ദൂരവ്യാപകമായ ഫലത്തെക്കുറിച്ചാണ് ഈ ഉമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു സമയത്ത് ഉമ്മയാണ് എന്ന ബോധമില്ലാതെ പോലും ആ ഉമ്മയെ സമീപിച്ച വളരെ ഭീകരമായ അവസ്ഥയെക്കുറിച്ച് ഈ ഉമ്മ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്, സൂചന നൽകുന്നുണ്ട്. അതേപോലെ ഏതൊരാൾ മയക്കുമരുന്നിന് അഡിക്റ്റായ ഒരാൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്. സ്കൂളിലേക്ക് പോകുന്ന മക്കൾ ശ്രദ്ധിക്കണം, നമ്മുടെ യുവാക്കൾ ശ്രദ്ധിക്കണം. കൂട്ടുകെട്ട് വേണ്ട എന്നൊന്നും ഞാൻ പറയില്ല. കൂട്ടുകെട്ട് ഉണ്ടാകുമ്പോൾ തന്നെ നല്ലതിന് നല്ലതായി തിരിച്ചറിയും. ഒരു ചീത്ത സംഗതിയിലേക്ക് തൻ്റെ കൂട്ടുകാരെ ക്ഷണിക്കുമ്പോൾ കൂട്ടുകെട്ടൊക്കെ ശരി തന്നെ, ഈ ചീത്ത കാര്യം ചെയ്യാൻ ഞാനില്ല എന്ന് നോ പറയാൻ അറിയുന്ന ഒരു തലമുറയായി നമ്മുടെ തലമുറ മാറണം. ഒരു രസത്തിന് വേണ്ടി ഒരല്പമല്ലേ, ഇന്ന് മാത്രമല്ലേ എന്ന് പറഞ്ഞാൽ ഈ ഇന്ന് മാത്രമല്ലേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറയുന്നിടത്താണ് എനിക്കിത് ഇനി എന്നും വേണമെന്ന് പറയുന്ന ഒരു നിവൃത്തികളിലേക്ക് ഇത് മനുഷ്യനെ കൊണ്ട് എത്തിക്കുക. ഇത് ഹരം പിടിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ രസം പിടിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ രസമെന്നല്ല, അതൊരു ലഹരിയാണ്. ഒന്നും അറിയാതെ ഒരു ലോകത്ത് അവൻ ഇങ്ങനെ വിരാജിക്കുകയാണ്. അവിടെ അമ്മയോ അല്ലെങ്കിൽ ഉമ്മയോ പെങ്ങന്മാരോ അങ്ങനെയൊന്നുമില്ല. എത്രയോ മയക്കുമരുന്ന് കേസുകളിൽ മാതാപിതാക്കളെ അടിച്ചു കൊന്ന, മയക്കുമരുന്ന് കിട്ടാത്തതിൻ്റെ പേരിൽ അതല്ലെങ്കിൽ പണം ലഭിക്കാത്തതിൻ്റെ പേരിൽ മാതാപിതാക്കളെ അടിച്ചു കൊന്ന വാർത്തകളൊക്കെ പത്രമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. MDMA അടക്കമുള്ള പല രാസ ലഹരി ഉപയോഗവും വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈയിടെ ഒരു യൂട്യൂബർ ലഹരി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച വീഡിയോകളും പലവിധ ന്യൂസുകളും ഒക്കെ നമ്മൾ ഈ എടുത്തു കണ്ടു, അല്ലേ? നമ്മുടെ കുട്ടികളുടെയൊക്കെ വലിയ ഇഷ്ട കഥാപാത്രമായി പെട്ടെന്ന് വളർന്ന ഒരു യൂട്യൂബർ. ആ യൂട്യൂബറെ കുറിച്ച് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് അതുകൂടി കണ്ടു കഴിഞ്ഞാൽ സംഗതി ഏതാണ്ട് മനസ്സിലാവും. എന്താണ് മൂപ്പര് ചെയ്യുന്ന കണ്ടന്റ്, എന്താണ് ഈ സമൂഹത്തിന് മൂപ്പര് നൽകുന്ന സംഭാവന
എന്നതിനെ കുറിച്ചൊരു ധാരണ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ലഭിക്കും. അത്തരം ആളുകളെയൊക്കെ മാതൃകയാക്കി നൈമിഷികമായ സുഖങ്ങൾ തേടി പോകുന്ന ആളുകളാണ് ഇത്തരം കുരുക്കിലൊക്കെ ചെന്ന് പെടുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞു വന്നത് MDMA, പല പേരിലും അറിയപ്പെടുന്ന രാസലഹരി പദാർത്ഥങ്ങൾ. പണ്ടൊക്കെ മദ്യപാനമായിരുന്നു, ഇപ്പം മദ്യപാനമില്ല, നേരിട്ട് കഞ്ചാവാണ്. കഞ്ചാവും പോയി. പിന്നീട് അവിടേക്ക് പല ഓമന പേരുകളിൽ അറിയപ്പെടുന്ന കല്ലെന്നോ ഉപ്പെന്നോ അതല്ലെങ്കിൽ സ്റ്റാമ്പ് എന്നോ മറ്റേതെങ്കിലുമൊക്കെ പേരിൽ അറിയപ്പെടുന്ന രാസലഹരി പദാർത്ഥങ്ങളാണ് പൊടി, ഒരു ഇഞ്ചക്ഷൻ, അതല്ലെങ്കിൽ വെറുതെ സ്റ്റാമ്പ് ചുണ്ടിൻ്റെ താഴെ വെക്കുക. ഇതൊക്കെ മനുഷ്യരെ ലഹരിയുടെ ഉന്മാദത്തിന്റെ അങ്ങേ അറ്റത്തേക്ക് കൊണ്ടുപോകാൻ ഒരിക്കലും തിരിച്ചെടുക്കാനാവാത്ത വിധമുള്ള വലിയൊരു കുഴിയിലേക്ക് നമ്മുടെ യുവത, പ്രത്യേകിച്ച് പൊതുയുവത, ന്യൂ ജനറേഷൻ തലമുറ ചെന്നുപെടുക. ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ ഉമ്മ പറയുന്നത് പോലെ ഒന്ന് കേട്ടു നോക്കൂ. സമൂഹത്തോടും മറ്റുള്ള ഉമ്മമാരോടും പറയാനുള്ളത്, കാരണം നമ്മൾ സ്ത്രീകളാണ് കൂടുതൽ മക്കളുമായിട്ട് കൂടുതൽ ഇടപഴകുന്നത്. അപ്പോൾ നമ്മളെ മക്കളെ കയ്യിൽ ഇതുപോലുള്ള എന്തെങ്കിലും, അത് ഇപ്പൊ സ്മെല്ലില്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയലുണ്ട്, പക്ഷെ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ഏതെങ്കിലും ആൾക്കാരെയൊക്കെ അറിഞ്ഞ് അത് നമ്മളെ കുട്ടികളൊന്ന് നേരെയാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെട്ടതുപോലെ ഇനി ഒരു ഉമ്മാക്ക് ഒരു എന്റെ മോൻ എവിടെയെന്ന് പോലും എനിക്ക് അറിയാൻ കഴിയണില്ല. മോനിപ്പോ എവിടെ പോയത്? എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ്, എനിക്കറിയില്ല എവിടെ പോയതെന്ന്. നീ ഒരു പൊതി പിടിച്ചതിന് ശേഷം പൊതി പല സമയങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. ചെറിയ അപശബ്ദങ്ങളൊക്കെ പുറത്തുനിന്ന് വരുന്നുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവൂല എന്ന് വിചാരിക്കുകയാണ്. മഴ പെയ്യുന്നുണ്ട്, നമുക്ക് പ്രോപ്പർ ഒരു സ്റ്റുഡിയോ ഇല്ല, നിങ്ങൾ ക്ഷമിക്കണം. പരമാവധി ആളുകൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ ഉമ്മ പറയുന്നത് പോലെ നമ്മുടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, കോളേജുകൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയകൾ ഇന്ന് സജീവമാണ്. മിഠായികളുടെ രൂപത്തിലായി കാണുമ്പോൾ വളരെ കൗതുകം തോന്നുന്ന പുതിയ നല്ല നല്ല നിറങ്ങളുള്ള വർണ്ണങ്ങളിലുള്ള പാക്കറ്റുകളിലായി, അതല്ലെങ്കിൽ പുതിയ പുതിയ ഉൽപ്പന്നങ്ങളായി നമ്മുടെ കുട്ടികളെ മാടി വിളിക്കുക. അവരടുത്തേക്ക് ചെല്ലുമ്പോൾ മോനെ ഈ മിഠായി തിന്നോ അല്ലെങ്കിൽ മോളെ ഈ മിഠായി തിന്നോ എന്ന് പറയാം. അവരെ വശീകരിച്ച് അവരുടെ ഒരു ഭാഗമാക്കി മാറ്റാം. ഇത് ഇടയ്ക്കിടെ കൊണ്ട് കൊടുക്കുക, ഇത് കുട്ടികൾക്കൊരു രസമാകാം. അങ്ങനെയാണ് കുട്ടികൾ പതിയെ പതിയെ ലഹരിയുടെ പിന്നാലെ പോകുന്നത്. വളരെ ശ്രദ്ധിക്കണം. ഇത് കേൾക്കുന്ന യുവതലമുറയിൽപ്പെട്ട എൻ്റെ മക്കളും അതേപോലെ യുവാക്കളും ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, നമ്മുടെ മക്കളെ പരമാവധി നമ്മുടെ സംരക്ഷണത്തിനുള്ളിൽ, നമ്മുടെ നിരീക്ഷണത്തിനുള്ളിൽ തന്നെ കഴിയാൻ നമ്മൾ പ്രേരിപ്പിക്കണം. നിരന്തരം ഇത്തരം ചതിക്കുഴികളെ പറ്റി അവരെ ബോധവാന്മാരാക്കിക്കൊണ്ടിരിക്കണം. അവർക്ക് സന്തോഷമുണ്ടാകുന്ന വേളയിൽ, ഏറ്റവും സ്നേഹസമൃദ്ധമായി ഭക്ഷണമൂട്ടുന്ന വേളകളിൽ അവരെ നന്നായി ഉപദേശിക്കണം. സ്നേഹത്തിൽ ചാലിച്ച്, ഉപദേശങ്ങളിൽ ചാലിച്ച് അവരുമായി സംവദിക്കണം. ദിനേന കുറച്ചു സമയമെങ്കിലും അവരുടെ സ്കൂൾ വിശേഷങ്ങൾ അറിയാൻ മാതാപിതാക്കൾ മാറ്റിവെക്കണം. അധ്യാപകർ അവർക്ക് നിരന്തരം ഇത്തരം സംഗതികളെ പറ്റിയുള്ള ബോധവൽക്കരണം നൽകിക്കൊണ്ടിരിക്കണം. സാധാരണയിൽ കാണാത്ത ഒരു സ്വഭാവ വൈകല്യം അവയിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ശ്രദ്ധ വേണം. ഇന്നലെ വരെ സ്നേഹത്തോടു കൂടി പെരുമാറിയിരുന്ന മകൻ വീട്ടിലേക്ക് വരുമ്പോൾ ചിരിച്ചു ഉമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബനം നൽകിയിരുന്ന മകൻ, ഉപ്പയോട് സലാം പറഞ്ഞിരുന്ന മകൻ, ഇന്ന് മുതൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ചിരിയില്ല, കളിയില്ല, മുഖത്ത് എന്തോ വിഷാദമാണ്, ചോദിക്കുന്നതിലൊക്കെ ദേഷ്യമാണ്. ഏതോ ഒരു ലോകത്തങ്ങനെ ജീവിക്കുകയാണ്. ഒരു അടച്ചിട്ട മുറിയിലാണ് അവൻ്റെ ജീവിതം. എന്തിനും അവന് പ്രൈവസി വേണമെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെയൊക്കെ അവൻ്റെ ചിന്തകളെ മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു വലിയ നിരീക്ഷണത്തിന് വിധേയമാക്കണം. അധികമാകുന്നതിന് മുമ്പ് ചികിത്സക്ക് വിടേണ്ടതാണെങ്കിൽ അത്തരം ശ്രമങ്ങളിലേക്ക് പോകണം. ഈ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ മകൻ ഈ സംഗതി, ഈ ഉമ്മ ആ കുട്ടിയുടെ റൂമിൽ നിന്ന് ചില മിഠായികൾ, അത്തർ, ഇതൊക്കെ പിടിച്ചു. അത് മാത്രമല്ല വേറെയും ചില സാധനങ്ങളുണ്ട്, അത് പോലീസിനെ ഏൽപ്പിച്ചു. അതൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഈ മകൻ പിന്നീട് നാട് വിട്ടുപോയി, ഇതുവരെ വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നാണ് ഈ ഉമ്മ പറയുന്നത്. അപ്പൊ അത്തരം ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് തിരുത്തൽ ശക്തിയായി മാതാപിതാക്കൾക്ക്, ഈ സമൂഹത്തിലെ എല്ലാവർക്കും അതിന് ബാധ്യതയുണ്ട് എന്നാണ് ഈ വേളയിൽ ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി സംവദിക്കാനുള്ളത്. ഇതൊരു ഉണർത്തലാണ്. നമ്മുടെ കൂട്ടുകെട്ടുകളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ യുവത്വങ്ങളിലേക്ക് ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് ഇതിൻ്റെ ഗൗരവം അവരെ ഒന്ന് ബോധ്യപ്പെടുത്തണം. മുമ്പും MDMAയുടെ പാർശ്വഫലങ്ങളെപ്പറ്റി, അതിൻ്റെ ഉപദ്രവങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ലിങ്ക് ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് വെക്കുകയാണ്. അതുകൂടി കണ്ടാൽ എന്താണ് ഈ മയക്കുമരുന്നുകളുടെ വലിയ ദൂഷ്യഫലങ്ങൾ, അതുണ്ടാക്കുന്ന വിപത്തുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില വിപത്തുകളെ കുറിച്ച് പറഞ്ഞാൽ അത്
നമ്മുടെ ചിന്തകളെയാണ് അത് സ്വാധീനിക്കുന്നത്, നമ്മുടെ ബുദ്ധിയെയാണ് അത് ഇല്ലാതാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ ലഹരി ഉപയോഗിക്കുന്നതോടുകൂടി അവന്റെ ഈമാൻ അള്ളാഹു അവനിൽ നിന്ന് ഊരിയെടുക്കുമെന്നാണ്. 40 ദിവസത്തേക്ക് പിന്നീട് അത് അവന് തിരിച്ചു നൽകൂല. ആ 40 ദിവസത്തിനിടക്ക് വീണ്ടും അത് ഉപയോഗിക്കുമ്പോൾ അള്ളാഹു ആ ഈമാനിനെ ഊരിയെടുക്കുന്നു. അപ്പോൾ ഈമാനും ലഹരിയുമായി ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. അവന്റെ ഉള്ളിൽ ഈമാനും ലഹരിയും ഒരിക്കലും ഒരുമിച്ച് ജീവിക്കില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസമാണെങ്കിലും ഒരു മുഅ്മിനുണ്ടായിരിക്കേണ്ട നല്ല ഏറ്റവും വലിയ ഗുണമാണെങ്കിലും അതിനപ്പുറത്തേക്ക് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഗതി പോലും അവനിൽ നിന്ന് അള്ളാഹു എടുത്തു മാറ്റുന്നു എന്നാണ്. അവന്റെ ചിന്തയെ അത് സ്വാധീനിക്കും. പഠനത്തിൽ അവൻ പുറകോട്ട് പോകും. സമൂഹത്തിനോട് അവന് വെറുപ്പുണ്ടാകും. നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മയെയോ പെങ്ങളെയോ തിരിച്ചറിയാത്ത വിധം അവൻ അധമനായിത്തീരും. ഭക്ഷണം അവന് വേണ്ട. ദിവസങ്ങളോളം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും ഈ സംഗതി ഒരു നുള്ളു കിട്ടിയാൽ 4 ദിവസം വരെയൊക്കെ വേണമെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ ജീവിക്കാൻ അത് മതി എന്നാണ് പറയുന്നത്. ഇത്തരം സംഗതികളിൽ നമ്മുടെയൊക്കെ ഒരു ജാഗരണം ഉണ്ടായേ തീരൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു വിഷയവുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.